നമസ്കാരം, യൂക്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐ കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുടിവെള്ളം പാഴാവുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. പെരിന്തൽമണ്ണയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ശുചിത്വ മിഷൻ അംഗീകാരം. ഞാൻ ആരിസ് ഉളപ്പിൽ. വാർത്തകൾ വിശദമായി. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെരിന്തൽമണ്ണ കെഎസ്ഇബി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെഎസ്ഇബി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 7 മണിക്കാണ് പ്രതിഷേധം ആരംഭിച്ചത്. കെഎസ്ഇബി ഓഫീസിന് മുമ്പിലെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി.കെ. സുൽഫീഖർ അലി ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെയാണ് കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായിരുന്ന പവർ കട്ടും അതേപോലെ തന്നെ ലോഡ് ഷെഡിങ്ങും കേരളത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന വൈദ്യുതിയുടെ അളവ് തന്നെ കുറയുന്ന സാഹചര്യമുണ്ടായി. ഇത് കേരളത്തിൽ വലിയ വൈദ്യുതി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈദ്യുതി ആഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മൂക്ക് കയറിടുന്ന രൂപത്തിലേക്കാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയും അതിലെ സിൽബന്ധികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അബ്ദുള്ള നവാസ്, സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി NB ഉണ്ണികൃഷ്ണൻ, CP രാംദാസ്, സന്ദീപ് ലാൽ എന്നിവർ സംസാരിച്ചു. 11 മണിയോടെ കെഎസ്ഇബി ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് പ്രവർത്തകർ പെരിന്തൽമണ്ണ ടൗണിൽ നടത്തിയ പ്രകടനത്തിൽ സുനിൽ PS, ശ്രീരാജ്, PK അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ പുത്തൂർ ലൈനിൽ പൈപ്പ് പൊട്ടി. ശുദ്ധജലം പാഴാവുന്നതായി ആക്ഷേപം. 10 ദിവസമായി മോട്ടോർ തകരാർ കാരണം മുടങ്ങിയ ജലവിതരണം പുനഃസ്ഥാപിച്ചപ്പോഴാണ് പൊട്ടിയ പൈപ്പിലൂടെ ശുദ്ധജലം റോഡിലേക്ക് ഒഴുകുന്നത്. പെരിന്തൽമണ്ണ പുത്തൂർ ലൈനിൽ നിന്നും മണ്ണാർക്കാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന റോഡിലെ കാഴ്ചയാണിത്. കട്ടുപാറയിലെ പമ്പിംഗ് കേന്ദ്രത്തിലെ മോട്ടോർ തകരാർ കാരണം കഴിഞ്ഞ 10 ദിവസമായി പെരിന്തൽമണ്ണ നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിരുന്നു. മോട്ടോർ തകരാർ പരിഹരിച്ച് വ്യാഴാഴ്ച പമ്പിംഗ് പുനരാരംഭിച്ചതോടെയാണ് പൊട്ടിയ പൈപ്പിലൂടെ ശുദ്ധജലം പുറത്തേക്ക് ചീറ്റുന്നത്. ഒരാഴ്ചയായിട്ട് ടൗണിലേക്ക് വെള്ളമില്ലാന്ന് പറഞ്ഞാണ്ട് കംപ്ലൈന്റ് പറയുന്നത്. ഇപ്പൊ ഇന്ന് വെള്ളം വന്ന് നോക്കുമ്പോൾ പൈപ്പ് പൊട്ടിയിട്ട് ആകെ പുഴ മാറി കിടക്കുക. 10-12 ദിവസമായിട്ട് ഇപ്പൊ വെള്ളം വരുന്നത്. ഇതൊക്കെ നോക്കാനും പറയുന്നൊരു മനുഷ്യന്മാർ നാട്ടിലില്ല. ആരും കംപ്ലൈന്റ് പറയണം. പൈപ്പിൽ നിന്നും ഉയരത്തിൽ തെറിക്കുന്ന വെള്ളം ഗതാഗതക്കുരുക്കിൽ നിന്നും രക്ഷ നേടാനായി ഈ റോഡിനെ ആശ്രയിക്കുന്ന ചെറിയ വാഹനങ്ങളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 100 കണക്കിന് കാൽനട യാത്രക്കാരുടെ യാത്രയും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രയാസത്തിലാണ്. ശുദ്ധജല വിതരണം മുടങ്ങിയതോടെ പലരും പണം നൽകിയാണ് അത്യാവശ്യ കാര്യങ്ങൾക്കായി വെള്ളം എത്തിക്കുന്നത്. ശുദ്ധജലം ഇത്തരത്തിൽ പാഴായി പോകുന്നതിനെതിരെ അധികൃതർ നടപടി വേഗത്തിൽ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിക്കായി 14,22,000 രൂപയാണ് ശുചിത്വ മിഷൻ അനുവദിച്ചത്. മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കാൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ശുചിത്വ മിഷന്റെ സഹായം. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഉറവിട മാലിന്യ സംസ്കാരത്തിന് ശുചിത്വ മിഷൻ അംഗീകാരം നൽകി. ബയോഗ്യാസ് പ്ലാന്റുകൾ, പൈപ്പ് കമ്പോസ്റ്റ് എന്നിവയായിരുന്നു ഉറവിട മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് പദ്ധതിയായി സമർപ്പിച്ചിരുന്നത്. 14,22,750 രൂപയാണ് ശുചിത്വ മിഷൻ പദ്ധതിക്കായി അനുവദിച്ചത്. 28 ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളും 1890 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾക്കുമായിട്ടാണ് തുക അനുവദിച്ചത്. പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റിന് 900 രൂപയാണ് നിരക്ക്. ഇതിൽ 90% ശുചിത്വ മിഷനും പഞ്ചായത്തും ചേർന്ന് വഹിക്കും. അപേക്ഷ നൽകിയവർ ഗുണഭോക്തൃ വിഹിതമായി 10% തുക നൽകി. ഈ മാസം 31-നകം യൂണിറ്റുകൾ കൈപ്പറ്റണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലിംഗ് സെന്ററും IDBI ബാങ്കും സംയുക്തമായി മാനത്തുമംഗലം കുന്നുംപുറത്ത് ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിനും ബാങ്ക് അക്കൗണ്ടുകൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഫിനാൻഷ്യൽ ലിറ്ററസി സെന്ററും IDBI ബാങ്കും സംയുക്തമായിട്ടാണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. എല്ലാ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ IDBI ബാങ്കുമായി സഹകരിച്ച് സെമിനാറിൽ സംവിധാനമൊരുക്കി. ഇത്തരത്തിൽ അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കിട്ടുന്നത് മുഴുവൻ അപ്പടി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക സാക്ഷരതയിൽ ആദ്യം വരുന്നത് ഒരു ചെറിയ സമ്പാദ്യശീലം വളർത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്.
നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു സംഖ്യ ഭാവിയിലേക്ക് നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ ചെറിയൊരു കുട്ടി, ഇപ്പോൾ അംഗൻവാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു 10-15 വയസ്സ് കഴിയുമ്പോഴേക്കും ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് +2 കഴിയും. പിന്നെ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അല്ലെങ്കിൽ മറ്റ് നഴ്സിങ്ങിനോ അങ്ങനെ ടീച്ചർ ഭാഗം പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും. 17 വയസ്സ് കഴിഞ്ഞ് ഒരു 10-18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ കല്യാണം നമുക്ക് നടത്തണം. സമ്പൂർണ്ണ സാമ്പത്തിക ഉൾക്കൊള്ളൽ പദ്ധതിയുടെ ഭാഗമായി ബാങ്കിംഗ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇത്തരത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം. ഇതിനായി എല്ലാ ബ്ലോക്കുകളിലും ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലിംഗ് സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. KSRTA മലപ്പുറം ജില്ലാ വാർഷിക കൺവെൻഷൻ പെരിന്തൽമണ്ണയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയിലെ കരുത്തുറ്റ പ്രസ്ഥാനമായ KSRTA CITUവിന്റെ മലപ്പുറം ജില്ലാ കൺവെൻഷൻ പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഡീസൽ സബ്സിഡി നിർത്തലാക്കിയതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ നിൽക്കുന്ന KSRTCയെ സംരക്ഷിക്കുന്നതിനായി തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും അണിനിരത്തി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രതിസന്ധി ഘട്ടത്തിൽ KSRTCയെ തകർക്കാനുള്ള ഗൂഢനീക്കമായിട്ടാണ് ഭരണാധികാരികൾ മുന്നോട്ടു പോകുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. CPIM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KSRTA ജില്ലാ പ്രസിഡന്റ് A ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി A അർഷാദ് ഹുസൈൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ C നിഷിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S വിനോദ്, TR സുബ്രഹ്മണ്യൻ, ജോർജ് K ആന്റണി, KP രാധാകൃഷ്ണൻ, P മുരളീധരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധം. DYFI KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുടിവെള്ളം പാഴാവുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. പെരിന്തൽമണ്ണയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ശുചിത്വ മിഷൻ അംഗീകാരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.